ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ഒക്കെ ഹണിമൂൺ വിശേഷങ്ങളിലേക്കാണ് എപ്പിസോഡ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ ചുറ്റിക്കാണുന്നുണ്ട്. ഇവരുടെ കൂടെ തന്നെ നമ്മുടെ ആനന്ദവും രേഖയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാക്കും വലിയ ബോറടികളൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറേ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടാണ്. നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ആ ഒരു ഹണിമൂൺ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇത്രയും നാളൊരു കണ്ണനും മഹാലക്ഷ്മിയും ചെയ്തിട്ടില്ല. എങ്ങനെയോ രണ്ടാളും മാത്രമായിട്ടുള്ള നിമിഷങ്ങൾ അധികം ഉണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും നിമിഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ കരുണയുടെയും ദുർഗയുടെയും ഉണ്ണിയുടെ ഒക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതാപൻ്റെയോ മേഘനാഥൻ്റെയോ ഒക്കെ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, അവരെ വല്ലാണ്ട് അങ്ങനെ അലട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടി മാത്രം ദൈവം തീരുമാനിച്ചതുപോലെയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ട് അവരുടെ കൂടെ അനന്തവും രേഖയുള്ളതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ എന്തുണ്ട്, നല്ല രീതിയിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് ഈ സമയത്തുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ ഒരു വലിയ ആഗ്രഹം കണ്ണൻ ഇതാന്ന് നിറവേറ്റാൻ പോവുകയാണ്. അങ്ങനെ കാലുകൾക്ക് ചലനശേഷി കിട്ടുന്നതിന് മുമ്പേ ഉള്ള മഹാലക്ഷ്മിയുടെ ഒരു ആഗ്രഹമായിരുന്നു കണ്ണേട്ടനും മഹാലക്ഷ്മി മാത്രമായിട്ട് ഒരു റൈഡിന് പോകുകയെന്നുള്ളത്, കുറേ ദൂരെ ഒരു റൈഡിന് പോകാന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ണൻ്റെയും കാലുകൾക്ക് ചലനശേഷി കിട്ടിയതിന് ശേഷം കണ്ണൻ ഇതാ ആ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കുകയാണ്. തൻ്റെ സ്വന്തം മഹിക്ക് വേണ്ടിയിട്ട് ആ ഒരു ആഗ്രഹം നിറവേറ്റുന്നുണ്ട്. അങ്ങനെ മഹിയും കണ്ണൻ എന്ത് ചെയ്യുന്നുണ്ട്, വണ്ടിയിലേക്ക് കയറിയിട്ട് കണ്ണൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ണേട്ട നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് വേഗം വരാം, ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യാം, വേഗം വരാം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ണേട്ടൻ എന്നോട് പറയണം, വണ്ടി ഓടിക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ണേട്ടൻ പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ കണ്ണൻ പറയുന്നുണ്ട്, താൻ എൻ്റെ കൂടെ ഇല്ലേടോ, അപ്പം എനിക്ക് എന്തായാലും ഒരു പ്രശ്നവും വരില്ല, താൻ എൻ്റെ അടുത്തുള്ളിടത്തോളം കാരണം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ തന്നെ പോവാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നല്ല മധുരമാർന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്താണെങ്കിൽ പെട്ടെന്നൊരു കാർ എന്തിൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. ഈ ഒരു കാറിലാണെങ്കിൽ ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയാണുള്ളത്. അതാണ് നമ്മുടെ മേഘനാഥൻ അങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇവരെ കാണുകയാണ് ചെയ്യുന്നത്. അനന്തവിനെയും കണ്ണനെയും മഹാലക്ഷ്മിനെയും രേഖേനൊക്കെ കണ്ട മേഘനാഥനാണെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുന്നത്, തൻ്റെ കാറുകൾ അവിടെ ചവിട്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും വേഗം ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ ഇവരും എന്തെങ്കിലും ഷോക്ക് ആവുന്നുണ്ട്. കാരണം മേഘനാഥൻ എന്ത് ചെയ്യില്ല, തങ്ങളെയൊക്കെ പിന്തുടർന്ന് ഈ ഒരു സ്ഥലത്തേക്ക് വരുമെന്നോ, ഇപ്പം മേഘനാഥൻ ഇവർ കാണുമെന്നോ, മേഘനാഥൻ കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നൊക്കെ വരുന്നതിൽ ഒട്ടും പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ മേഘനാഥനെ കണ്ടപ്പോൾ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ മേഘനാഥനെ തീരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം കണ്ണനിത എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. കണ്ണനിത മഹാലക്ഷ്മിയുടെ കൂടെ ഇങ്ങനെ എഴുന്നേറ്റ് നടന്ന് അവൻ നോർമൽ എല്ലാവരെയും പോലെ എന്നെയും പോലെയൊക്കെ എന്തെങ്കിലും എഴുന്നേറ്റ് നടക്കാനായിട്ടുണ്ട്. ഈ ഒരു സത്യങ്ങൾ ഞങ്ങളൊക്കെ അറിയാനായിട്ട് വൈകിപ്പോയല്ലോ എന്നൊക്കെയുള്ള ചിന്തയിലാണ് നമ്മുടെ മേഘനാഥനുള്ളത്. ഇത്രയും നാൾ അവർ മറച്ചു വെച്ചിട്ടുള്ള സത്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എല്ലാവരും അറിയോ എന്നുള്ളൊക്കെ ടെൻഷനിലാണ് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും അനന്തവും രേഖയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ മേഘനാഥൻ്റെ കള്ള് കുടിച്ചിട്ടൊക്കെ ആയിരിക്കും, മദ്യപിച്ച ലഹരിയിലായിരിക്കും അവനുള്ളത്. ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊന്നും അവൻ ഓർമ്മ ഉണ്ടാവോ ഇല്ലെന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ കണ്ടറിയാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.